CMB പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷമായിരുന്നു CP ജോണിനെതിരെ അരവിന്ദാഷിന്റെ കടന്നാക്രമണം. CP ജോൺ പ്ലാനിംഗ് ബോർഡ് അംഗമായത് കുഞ്ഞാലിക്കുട്ടിയുടെ ഔദാര്യത്തിലാണ്. അത് കുഞ്ഞാലിക്കുട്ടി കൊടുത്താണല്ലോ, ഞാൻ ഇതിനെ ഉള്ളവരെ തുറന്നു പറയാമല്ലോ. കുഞ്ഞാലിക്കുട്ടി കൊടുത്താ അല്ല ഞാൻ കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിക്കകത്ത് ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾ വേണേൽ അന്വേഷിച്ച് നോക്കിയോ. ആ കുട്ടിയാകുമ്പോൾ അത് കുട്ടി കൊടുക്കാനായിട്ടിരുന്ന സാധനം അതാണ് ജോണിന് കൊടുത്തത്. അതാണ് ഞങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നം. CPM ഗുണ്ടകളെ ഉപയോഗിച്ച് പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കാനാണ് CP ജോൺ ശ്രമിക്കുന്നത്. RMPയുമായി ജോൺ നടത്തിയ ചർച്ചകൾ പരിഹാസ്യമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി CP ജോൺ CMBയിലില്ല. പാർട്ടിക്ക് വിധേയനാവാൻ തയ്യാറാണെങ്കിൽ ജോണിന് പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നും അരവിന്ദാക്ഷൻ പറഞ്ഞു. CP ജോൺ പക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന MV രാഘവന്റെ മൂത്ത മകൻ MV ഗിരീഷ് കുമാർ പാപ്പനശ്ശേരി വിഷയിൽസ സൊസൈറ്റിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും നടത്തിപ്പ് ചുമതലയിൽ തുടരും. ഒന്ന് ഗിരീഷ് കുമാർ പുള്ളിയുടെ മൂത്ത മകനല്ലേ, അവനെ തെറ്റിട്ടാണല്ലോ എടുത്തായിട്ട് നിലനിന്നോട്ടെ. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കൂടെ വിധേയമായിട്ട് നാട്ടുകാർക്ക് ഒരു അവമതിപ്പുണ്ടാകാത്ത രീതിയിൽ ഇത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പെടാതെ ഈ സ്ഥാപനം സംരക്ഷിക്കണം എന്നൊരു തീരുമാനമെടുത്തു. രാവിലെ MV രാഘവന്റെ ഭരണശ്ശേരിയിലെ വീട്ടിൽ പാർട്ടി ജില്ലാ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമായിരുന്നു പോളിറ്റ് ബ്യൂറോ. നിലവിലുള്ള 9 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ MV രാഘവനടക്കം 7 പേരും PB യോഗത്തിൽ പങ്കെടുത്തു. ഇതോടെ പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം അരവിന്ദാക്ഷൻ പക്ഷത്തിനായി. സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ.